ശ്രമിക്കുക എന്നുള്ളതാണ് പറയുന്നത് എങ്കിലും എഫക്റ്റീവായിട്ട് പ്രാക്ടിക്കലായിട്ട് എഫക്റ്റീവ് ഇന്ത്യൻ കൾച്ചർ പ്രകാരം റിസൾട്ട് കൂടുതൽ കിട്ടിയത് 3 മണിയുടെയും 5 മണിയുടെയും ഇടയിലാണ്. അതായത് നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്ന സമയം, അതല്ലെങ്കിൽ തഹജുദിൻ്റെ സമയം എന്ന് പറയുന്ന ആ ഒരു ടൈമിലാണ് കൂടുതലും ഇതിൽ എഫക്റ്റ് കിട്ടിയത്. അതായത് ഫെർട്ടിലൈസേഷൻ നടക്കാൻ സാധ്യത ഉള്ള ഓർഗാൻ സമയമാണ്. അപ്പോൾ ഓർഗാൻ ക്ലോക്ക് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ തഹജുദിന് എണീക്കുന്ന ആളുടെ സമയം എന്ന് പറഞ്ഞാൽ ലങ്സിൻ്റെ സമയമാണ്, ശ്വാസകോശത്തിൻ്റെ സമയമാണ്. 5 മണി കഴിഞ്ഞാൽ പിന്നെ എന്താണ്, നമുക്ക് 5 മണിൻ്റെ 7 മണിൻ്റെ ഇടയിൽ വൻകുടലിൻ്റെ സമയമാണ്. 5 മണി 7 മണി കഴിഞ്ഞ് 7 മണിൻ്റെ 9 മണിൻ്റെ ഇടയിൽ ആമാശയത്തിൻ്റെ സമയമാണ്. അത് കഴിഞ്ഞ് 7 മണി മുതൽ 9 മണി വരെ പ്ലീഹ തക്ക് എന്ന് പറയുന്ന അതിൻ്റെ സമയമാണ്. ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ആ സമയത്ത് നിങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കരുത്, ആരും എന്ത് ചെയ്യരുത്, 9 മണിൻ്റെയും 11 മണിൻ്റെയും ഇടയിൽ ഭക്ഷണം കഴിക്കാൻ നിൽക്കരുത്. കാരണം എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയമാണ്, എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയമാണ്. ആ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ അത് വിഷാംശമായിട്ട് മാറുന്നു പറഞ്ഞു കൊടുക്കാറുണ്ട്. 11 മണി മുതൽ 1 മണി വരെയുള്ള സമയം ഹൃദയത്തിൻ്റെ സമയമാണ്.